بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദിൽ നിന്ന് വളരെ വ്യവസ്ഥാപിതമായി നമ്മൾ പഠിച്ചു വരികയാണ്. അതിൽ പുതിയൊരു ബാബിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ബാബു മാ ജാഅ അന്ന സബബ കുഫ്രി ബനി ആദം വതർക്കിഹിം ദീനഹും ഹുവൽ ഗുലൂവ് ഫിസ്സാലിഹീൻ. അഥവാ മനുഷ്യരാശി മുവഹിദീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തതിന് ശേഷം ആദ്യമായി മനുഷ്യർക്കിടയിൽ ഷിർക്കും കുഫറും കടന്നു വരാൻ ഇടയായത് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ അവർ അതിരു കവിഞ്ഞതിലൂടെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ബാബിൽ ഏതാനും തെളിവുകൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കിടയിൽ എങ്ങനെ ഷിർക്ക് കടന്നു വന്നു? അള്ളാഹു സൃഷ്ടിച്ചത് മുവഹിദീങ്ങളായിട്ടാണ്, ഏകദൈവ വിശ്വാസികളായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. എങ്ങനെയാണ് മനുഷ്യർ ബഹുദൈവാരാധനകളിലേക്കും ഷിർക്കിലേക്കും എത്തിപ്പെട്ടത് എന്നത് വിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിരു കവിഞ്ഞതാണ് എന്നുള്ളതാണ് ഈ ബാബിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തവുമാണ്. ഇന്നത്തെ കാലത്ത് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ നിരന്തരം ഈ കാര്യത്തെക്കുറിച്ച് താക്കീത് നൽകുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഖൗലുല്ലാഹി അസ്സ വജൽ, ആദ്യമായി അദ്ദേഹം അതിന് നൽകുന്ന തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അഹ്ലൽ കിതാബ് യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലയോ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ, അഹ്ലു കിതാബ് എന്നവരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഈ വേദത്തിൻ്റെ ആൾക്കാരോട് പറയുകയാണ്, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ സത്യസന്ധമായ കാര്യമല്ലാതെ നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, തീർച്ചയായും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ്. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടാകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയതിലൂടെ ഉണ്ടായ ഒരു നബിയുമാണ്. അഹ്ലു കിതാബിനോട് പ്രത്യേകം ഈസാ നബിയെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിരു കവിയരുത് എന്ന് പറയുന്നത് എന്തിനാ? കാരണം അവർ ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വാദിച്ചു, അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വാദിക്കുന്നിടത്തേക്ക് എത്തുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആരാധിക്കുന്നതിലേക്ക് അവർ എത്തുകയും ചെയ്തു. അപ്പോൾ ഈസാ നബിയോട് അനാദരവ് കാണിച്ചിട്ടല്ല, ഈസാ നബിയെ മോശമായി പറഞ്ഞതിൻ്റെ പേരിലല്ല, മറിച്ച് ഈസാ നബിയെ ഉയർത്തുകയും വാഴ്ത്തുകയും ചെയ്ത് അതിരു കവിഞ്ഞ് അള്ളാഹുവിൻ്റെ മകനാണ്, പുത്രനാണ് എന്ന് പറയുന്നതിലേക്ക് അവരെത്തിയപ്പോഴാണ് എന്തായി മാറിയത്? പ്രശ്നമായിട്ട് മാറിയത്.
കുഫറിലേക്ക് അവരെത്തിപ്പെടുന്നത്. അപ്പോൾ ഇത് ക്രൈസ്തവരുടെ, അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു സമൂഹത്തിലേക്കാണ് വന്നത്, ആ ക്രൈസ്തവരുടെ അവസ്ഥ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഈ വചനം ഓതി സൂറത്തുൻ നൂഹിൽ, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. അവർ അഥവാ നൂഹ് നബിയുടെ ജനത പറഞ്ഞു, നിങ്ങൾ ഈ പ്രവാചകൻ പറയുന്നത് കേട്ടിട്ട് ഇവരൊന്നും ഒഴിവാക്കണ്ട. ആരെ ഒഴിവാക്കണ്ടെന്നാണ് പറഞ്ഞത്? ആ നാട്ടിലെ വലിയ മോശക്കാരായ ആൾക്കാരെ ഒഴിവാക്കേണ്ടതാണോ പറഞ്ഞത്? അല്ല. നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കണ്ട, സുവാഇനെ ഒഴിവാക്കണ്ട, യഗൂസിനെ ഒഴിവാക്കണ്ട, യഊഖിനെ ഒഴിവാക്കണ്ട, നസ്റിനെ ഒഴിവാക്കണ്ട. ഇവരാരും നിങ്ങൾ ഒഴിവാക്കരുത്, മുറുക്കി പിടിച്ചോളി. അവരൊക്കെ നിങ്ങൾ ആരാധിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശരിക്കും ആരാണ് ഈ വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ? ഈ ആളുകൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീൻ മിൻ ഖൗമി നൂഹ്. ഖാല ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീൻ മിൻ ഖൗമി നൂഹ്. നൂഹ് നബിയുടെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളുടെ പേരാണെന്ത്? വദ്, അതേപോലെ തന്നെ യഗൂസ്, യഊഖ്, നസ്ർ. ഇതൊക്കെ നൂഹ് നബിയുടെ ജനതയിൽപ്പെട്ട നല്ല ആൾക്കാരെ പേരാ. നിങ്ങളാണെങ്കിൽ വലിയ എന്നൊക്കെ പറഞ്ഞോളി. അപ്പോൾ വലിയ ദറജയുള്ള, അങ്ങേറ്റം തഖ്വയുള്ള ആളുകൾ, വളരെ സ്വാലിഹീങ്ങളായി കാണുന്ന ആളുകളായിരുന്നു ആര്? വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ. ഇവരെ ആരാധിക്കുന്നതിലേക്ക് ആ ജനങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടത്? അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഫലമ്മാ ഹലകൂ, അവരൊക്കെ മരിച്ചു പോയപ്പോൾ പിശാചി നേരെ വന്നിട്ട് നിങ്ങൾ ഓരോ ആരാധിച്ചോളി എന്ന് പറഞ്ഞ ആൾക്കാർ ആരാധിക്കുമോ? ഇല്ല. കാരണം എന്താ? തൗഹീദിലാണ് ആൾക്കാർ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും അവരെ ആരാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിശാച് അവരോട് എന്താ പറഞ്ഞത്? നേരെ പോയിട്ട് ഇവരെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടു പോയപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ആ ഖൗമിലേക്ക് പിശാച് അവർക്കൊരു ദുർബോധനം നൽകി. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബൻ വസമ്മൂഹാ ബിഅസ്മാഇഹിം. അവർ സ്ഥിരമായിട്ട് ഇരിക്കാറുണ്ടായിരുന്ന, ആളുകൾക്ക് ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ, അവരുടെ മജ്ലിസ്. ആ മജ്ലിസിൽ അവരുടെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചോളി. ഒന്നിനും വേണ്ടിയിട്ടില്ല, ആരാധിക്കാനൊന്നുമല്ല. അങ്ങനെ പറയാനേ പാടില്ല. എന്തിനാണ്? ഓരെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാനും അവരെപ്പോലെ നിങ്ങളാവാനും അവരെ മാതൃകയാക്കാനും വേണ്ടിയിട്ട്, അല്ലാതെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കണം എന്നല്ല ആദ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവരെന്ത് ചെയ്ത്? ഫഫഅലു, അതേപോലെ ഇവരുടെയൊക്കെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ച്. വലം തുഅബദ്, ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടില്ല. ആൾക്കാരും അതിനെ ആരാധിച്ചിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക്, പക്ഷെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ മരിച്ചു പോയ കാലം വന്നപ്പോൾ പിൻകാലത്ത് വന്ന ആൾക്കാർക്ക് ഇവരിത് എന്തിനുണ്ടാക്കിയതാന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെന്ത് ചെയ്ത്? മറന്നുപോയി. അപ്പോൾ പിൻകാലത്ത് വന്ന ആൾക്കാർ പടച്ചോനെക്കുറിച്ച് ഇവരെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാന്നുള്ളതൊക്കെ മറന്നിട്ട് പിന്നെ ഇവരെ ആരാധിക്കാൻ തുടങ്ങി. വനുസിയൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടുകയും ജഹാലത്ത് വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഉബിദത്ത്, ആ ബിംബങ്ങളെ ആളുകൾ ആരാധിക്കാൻ തുടങ്ങി. ഇതാണ് ഫസ്റ്റത്തെ ഷിർക്ക്, ആദ്യത്തെ ഷിർക്ക്. ഏത് ഹദീസ് നിങ്ങൾ എടുത്തു നോക്കി? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത, അവർ മനുഷ്യരുടെ ഇടയിലേക്ക് ഷിർക്ക് കടന്നു വരുന്നത് സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ടാണ്. അതാണ്
ഷെയ്ഖുൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ഹദീസ് ഇവിടെ എടുത്തു കൊടുക്കാൻ കാരണം ഇന്ന് കാലത്തും ഇതുപോലെ സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ് ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് ആളുകൾ എത്തിപ്പെടുന്നു. നമുക്കൊന്നും ഇവിടെ ഒന്നും അറബിയൊന്നും മനസ്സിലാക്കുന്ന ആൾക്കാരോടൊന്നും പറയാൻ പോലും പറ്റില്ല നമ്മുടെ നാട്ടിലുള്ള ഓരോ വാദങ്ങൾ അല്ലേ. ഇപ്പം എന്താ ലോകം നിയന്ത്രിക്കുന്നത് മുഴുവൻ CM അടൂരാന്ന് പറഞ്ഞ്, അപ്പോൾ കുറച്ച് ഉസ്താദുമാരൊക്കെ എതിർത്ത്, അപ്പോഴും വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല, എന്നാലും കുറച്ചൊക്കെ മൂപ്പര് നിയന്ത്രിക്കുന്നുണ്ടാവും എന്നുള്ള കോലത്തിലാണ് ചില ഉസ്താദുമാരൊക്കെ നിന്നത്. പക്ഷെ പിന്നെന്തായി, മൂപ്പര് തന്നെയാണ് പടച്ചോന്നുള്ള പാട്ടും വന്ന്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമലുകളും പടച്ചോൻ്റെ അടുത്തേക്കുള്ളതാണ് അല്ലേ. മരണപ്പെട്ടു പോയി, നമുക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ അമലുകൾ പടച്ചോൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്കല്ലാതെ ലോകത്താർക്ക് അദ്ദേഹത്തെ അറിയണമെന്ന് ആലോചിക്കും. ഇവിടെ ഉള്ള ഒരു കുവൈത്തിനോട് പോയിട്ട് CM അടൂർ ആരയച്ച മൂപ്പരെന്താ അറിയാം? ആർക്കും അറിയാം? ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഖുർആനിൽ ഒമയ്യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. മുശ്രിക്കീങ്ങൾക്ക് പോലും അതിൽ തർക്കമുണ്ടായിരുന്നില്ല. അതായത് ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ, ഈ 3 കാര്യങ്ങൾ വരുന്ന റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ ആർക്ക് തർക്കമുണ്ടായിരുന്നില്ല? മക്ക മുശ്രിക്കുകൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. അവിടെ വരെ ഇവർ തർക്കം ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര ഗൗരവ വിഷയം. ഇനി നിങ്ങൾ നോക്ക്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയാണ്, ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്, മുൻഗാമികളിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ പറഞ്ഞിരിക്കുന്നു, ലമ്മാ മാതു, ഈ ആളുകളൊക്കെ മരണപ്പെട്ടപ്പോൾ, അകഫു അലാ ഖുബൂരിഹിം, ഇവരവരുടെ ഖബറിൻ്റെ അരികിൽ പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ദുഃഖം കൊണ്ടും മറ്റൊക്കെ അവിടെ പോയിട്ട് ഇബാദത്തെടുക്കുക. കാരണം നമ്മൾ പെരേന്ന് എടുക്കുന്ന അത്ര തക്വ അവിടെ എത്തുമ്പോൾ കുറച്ച് തക്വ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ, ഇതൊക്കെ ഇപ്പോഴും നാട്ടിലുള്ള പരിപാടിയാണ്. അതായത് ഈ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ആരാധിക്കാൻ തുടങ്ങി. ആരെ ആരാധിക്കണ? പടച്ചോൻ തന്നെയാണ്, അവരല്ല. സുമ്മ സവ്വറു തമാസീലവും, കുറച്ച് കഴിഞ്ഞപ്പം ഇവരെപ്പോൾ കാണാതെ നമ്മൾ കണ്ടിട്ടാണെങ്കിൽ അവരങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി തക്കുവ കിട്ടുമല്ലോ എന്ന് തോന്നിയിട്ട് അവരുടെ രൂപവും ഉണ്ടാക്കി. സുമ്മ ത്വാല അലൈഹിമുൽ അമദ്, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫഅബദൂഹും, അവരെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. ഇനി ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആരാ ഉദ്ധരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാട്ടോ. ഈ ഹദീസൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അങ്ങേയറ്റ സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. ഈ ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, മറിയമിൻ്റെ പുത്രനെ നസാറാക്കൾ അതിരു കവിഞ്ഞ് വാഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്. ഈസാ നബിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ട് അവർ അള്ളാൻ്റെ മകനാന്ന് പറഞ്ഞത് ഇഷ്ടം കൂടിയിട്ടാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അതിരു കവിഞ്ഞ് ആദരവും ബഹുമാനവും അതിരു കവിഞ്ഞ് അള്ളാൻ്റെ മകനാന്ന് പറയുന്നിടത്തേക്ക് എത്തി. അപ്പം എന്നതുപോലെ നിങ്ങൾ എന്നെക്കുറിച്ച് പറയരുത്. എന്നിട്ട് പറയാൻ, ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാൻ്റെ ഒരു അബ്ദ്, ഒരു ദാസൻ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വ റസൂലു, അള്ളാൻ്റെ റസൂലെങ്ങാനും ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, എന്നെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടിമയും റസൂലും എന്നല്ലാതെ നിങ്ങൾ പറയരുത്. മുത്തഫഖുൻ അലൈഹി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയ്യാകും വൽ ഗുലുവ, ഇയ്യാകും നിങ്ങൾ സൂക്ഷിക്കണം, വൽ ഗുലുവ അതിരു കവിയുന്നതിനെ. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഗുലുവ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിങ്ങൾ അതിരു കവിയുന്നതിനെ സൂക്ഷിക്കണം. മുൻ കഴിഞ്ഞുപോയ സമുദായങ്ങൾ വഴിപിഴച്ചു പോയത്
അതിരു കവിയുന്നത് കാരണത്താലായിരുന്നു. അൽ ഗുലൂ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ. അതിരു കവിയുന്നത് കാരണത്താലാണ് അവരൊക്കെ എന്ത് ചെയ്തത്? വഴി പിഴച്ചു പോയത്. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കാണ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹലകൽ മുതനത്തിഊൻ. ഒരു കാര്യത്തിൽ അൽ മുബാലഗ എന്ന് പറയും, അമിതമായി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ പിന്നാലെ കൂടുക, അങ്ങനെയുള്ള മുതനത്തിഈങ്ങൾക്ക് നാശം. അപ്പോൾ ഇവിടെ ഈ തനത്തു അല്ലെങ്കിൽ അൽ ഗുലൂവ്, പടച്ച റബ്ബ് പറഞ്ഞിടത്ത് നിൽക്കാതെ അതിരു കവിയുന്നതിലൂടെയാണ് എന്തുണ്ടായിട്ടുള്ളത്? ഷിർക്ക് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപരമായ ഒരു കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടിലത്തെ അവസ്ഥ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഗൗരവത്തോടു കൂടി പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ജൂത ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം കിട്ടാൻ കാരണം എന്താ? അവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ കെട്ടിയുണ്ടാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് മക്കം ഫത്ഹിൻ്റെ ഒരു മഴ കൊടുത്തിട്ട് പറയാണ്, അല്ലാ തദഅ ഖബ്റൻ മുശ്രിഫൻ. എന്താ മുശ്രിഫൻ എന്ന് പറഞ്ഞാൽ? ഉയർന്ന, കെട്ടി ഉയർത്തിയ ഒരു ഖബറിനെയും നീ ഒഴിവാക്കരുത് അലി. ഇല്ലാ തമസ്തഹു. അതിനെ തട്ടിയിട്ട് ഖബറാന്ന് മനസ്സിലാക്കാനുള്ള വലുപ്പം മതി. സാധാരണ ഖബറാന്ന് മനസ്സിലാക്കാനുള്ള വലുപ്പം, അതിൻ്റെ മുകളിലേക്ക് അത് പൊന്തി നിൽക്കാൻ പാടില്ല, എല്ലാം നിരപ്പാക്കാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഈ കൽപ്പന അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസദിയോടും എന്ത് ചെയ്തു? പറഞ്ഞു, നീ പോയിട്ട് ഇതേ പണി ചെയ്യണം. ഇതാരാ എന്നെ ഏൽപ്പിച്ചത്? അള്ളാഹിൻ്റെ റസൂലാണ്. നീ പോയിട്ട് ഖബറുകളൊക്കെ ഉയർത്തി കെട്ടിപ്പൊക്കിയ ഖബറൊക്കെ നിരപ്പാക്കും. നമ്മളെ നാട്ടിൽ അലി റളിയല്ലാഹു അൻഹു വന്നാൽ ഇപ്പം എന്താ സംഭവിക്കുക? അലി റളിയല്ലാഹു അൻഹു ഇന്ന് നമ്മളെ നാട്ടിലേക്ക് വന്ന്, അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ തൗഹീദുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മളെ നാട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്ന് എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഈ കെട്ടിപ്പൊക്കിയ ഖബറൊന്നും ദീനിൽ പെട്ടതല്ല, മറ്റുള്ള സമുദായക്കാരുടേതല്ല, അത് അവരുടെ ആരാധനാലയങ്ങൾ കാര്യങ്ങൾ അവർ. പക്ഷേ മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഖബർ കെട്ടിപ്പൊക്കി അതിനെ ആരാധിക്കാനുള്ള വകുപ്പുണ്ടോ? ഒരു വകുപ്പില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത ഈ സ്വാലിഹീങ്ങളെ ആരാധിക്കുന്നതിലേക്ക് എത്തിയത് ആദ്യം തന്നെ അവർ ഞങ്ങളെ ഇലാഹ എന്ന് പറഞ്ഞിട്ട് ആരാധിച്ചതല്ല. ഞങ്ങൾക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് നേരിട്ട് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ട്, അപ്പോൾ ഇവരാരാണ്? ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ആരാധിക്കാൻ തുടങ്ങിയത്. അതാണ് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നതോ വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. ഞങ്ങൾ ഓല ആരാധിക്കുന്നൊന്നുമില്ലേ, അങ്ങനൊന്നും പറയരുത്. അത് ശരി, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾക്കാരെങ്ങനെ ഓരാരാധിക്കുന്നൊന്നുമില്ല. പക്ഷെ ഓരെന്താണ്? നിങ്ങളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ ഓരോട് നല്ല ചീത്ത കേൾക്കും. അപ്പം നിങ്ങളെന്താ ചെയ്യുക? ഒരു വാസ്ത, ആരെങ്കിലും ഒരാളെ ഒരു റെക്കമെൻഡേഷൻ, ഒരു വാസ്തയും കൂട്ടിയിട്ടല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്ന മാതിരി പടച്ചോൻ്റെ അടുത്തേക്ക് നമ്മളങ്ങോട്ട് നേരിട്ട് ചെന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെ നടന്നോണമെന്നില്ല. അതിനുള്ളൊരു വാസ്തയാണ് ആര്? ഇവർ എന്നാ പറയും. ചോദിച്ചു നോക്ക്, ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചു. അപ്പം അങ്ങനെ പോകുന്ന ഇത്തരത്തിൽ ശുപാർശകരായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നവർക്കാണ് വിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുന്നത്. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ പക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പടച്ചോൻ ചോദിക്കുക, ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലെ അവരോട് ചോദിക്ക്, അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ആകാശലോകത്തോ ഭൂമിയിലോ അള്ളാഹ്ക്കറിയാത്തൊരു കാര്യങ്ങൾ പടച്ചോൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ?
ഇങ്ങനെ ഒരു ശുപാർശകരുള്ള വിഷയം ആർക്കറിയില്ല? പടച്ചോന് അറിയാത്തൊരു കാര്യങ്ങൾ പടച്ചോൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ? പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു ചൂഷണവും ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് സമാധാനമുണ്ട്! അള്ളാഹുവിൻ്റെ നാമത്തിൽ പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്ത്, അള്ളാഹുവെ എനിക്കൊരു കഴിവില്ല, മുഴുവൻ കഴിവും ശക്തിയും നിൻ്റേതാണ് റബ്ബേ, എന്നെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെരേന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ വേറൊരാളില്ല. എന്നാൽ ചില ആൾക്കാരെ വണ്ടി കയറിയാലോ, അവിടെ അതിൻ്റെ ഗിയറിൻ്റെ അവിടെ ഒരു കെട്ട്, സ്റ്റെയറിങ്ങിൻ്റെ അവിടെ വേറൊരു കെട്ട്. മാത്രമല്ല ഇവർക്ക് എത്ര ആൾക്കാരെ പേടിക്കണം. അതായത് എല്ലാവരും പ്രീതിപ്പെടുത്തണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു തആല പറയാം, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. പ്രയാസമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ പ്രയാസം നീക്കിത്തരാൻ പടച്ചവനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കുണ്ടോ? പടച്ചവൻ പറയാം പടച്ചവനോട് പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച മുഴുവൻ ദുആകളും അല്ലാഹുമ്മ റബ്ബന റബ്ബി, എല്ലാ പ്രാർത്ഥനകളും എടുത്തോ, ഏത് പ്രാർത്ഥന എടുത്തോ, മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമായി ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെ വിഷയത്തിലും അതിര് കവിഞ്ഞാലും എവിടേക്കെത്തും? കുഫറിലേക്കെത്തും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഈ മാലപ്പാട്ടിലൊക്കെ എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാം, ഇന്നല്ലാഹ അലീമും ബിദാത്തി അസ്സുദൂർ. നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവൻ ആരാ? അള്ളാഹു ആണെന്നാ എവിടെ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ. മാലപ്പാട്ടോ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിന്നോട് കൽബകമെന്നോവർ, ഒക്കെ ഓവറാണ്. അപ്പം ഈ കൽബിൻ്റെ ഉള്ളിലുള്ളത് ആര് കാണും? ഷെയ്ഖ് കാണും. കൽബിൻ്റെ ഉള്ളിലുള്ളത് ഷെയ്ഖ് കാണും. പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തെല്ലാം വസ്ഫുകളുണ്ടോ എല്ലാ വസ്ഫും പടച്ചോനല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക. മാത്രമല്ല വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടുന്ന് നിങ്ങൾ എന്നെ വിളിച്ചാലും ഞങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇത് പടച്ചോൻ പറഞ്ഞല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പടച്ചോൻ പറഞ്ഞായിട്ട് പറയണല്ല, അവിടെയാണ് പ്രശ്നം. നേരെ മറിച്ചിട്ട് ഒരാൾ പറയാം, പടച്ചോൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും നിങ്ങൾ പടച്ചോനോട് ചോദിച്ചാൽ പടച്ചോ ഉത്തരം തരും. അത് തൗഹീദാണ്. എന്നാൽ ഈ പറയണ എന്താ? ഈ പറയുന്ന ഷെയ്ഖിനെ എവിടുന്ന് നിങ്ങൾ വിളിച്ചാലും അവരെന്ത് ചെയ്യും? ഉത്തരം തരും. അവസാനം എല്ലാ ഷെയ്ഖും ഉണ്ടാവും, പടച്ചോണ്ടാവും. ഇതാണ് وَإِذَا غَشِيَهُمْ مَوْجٌ كَالظُّلَلِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ إِذَا هُمْ يُشْرِكُونَ. ഭീമാകാരമായ തിരമാലകൾ അവരെ വന്നിങ്ങനെ പിടികൂടുമ്പോൾ അവർ പറയും, അല്ലാഹ് പടച്ചോനെ കാക്കണേ. ഇത് മുമ്പത്തെ ആൾക്കാരുടെ അവസ്ഥ. അപ്പോൾ അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കും. പടച്ച റബ്ബ് അവരെ രക്ഷപ്പെടുത്തിയ പിന്നെ കരയിലെത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പിന്നെ ആ ഷെയ്ഖ്, ഈ ഷെയ്ഖ്, ആ നബി, ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടേക്ക് വഴിപാട്, ഇവിടെ കുറൂസ്, അവിടേക്ക് നേർച്ച. അള്ളാഹുവിനെ അവർ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇന്ന് സ്ഥിതി അതിലും ഗൗരവപരാണ്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചവനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ചില ആൾക്കാരോട് നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ മതി, ഈ എടുത്തണോ? ഞാൻ എടുത്തില്ല. വല്ലാഹി പറയും, വല്ലാഹി ഞാൻ എടുത്തില്ല. ഞാൻ ഷെയ്ഖിൻ്റെ പേരിലൊന്നും സത്യം ചെയ്ത് പറയും, അല്ല ഞാനൊരു അത്യാവശ്യം ഒന്നപ്പെടുത്തതാണ്, ഞങ്ങൾക്ക് നാളെ തിരിച്ചു തരാം. ഇത് കുഫ്റാണോ ശിർക്കാണോ അതോ തൗഹീദാണോ? അതാണ്
وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ പങ്കുകാരായി സ്വീകരിച്ച ആളുകൾ അവർ പടച്ചോനെ ഭയക്കുന്ന പോലെ, പടച്ചോനെ ഇഷ്ടപ്പെടുന്ന പോലെ അവരുടെ പങ്കുകാരെയും ഇഷ്ടപ്പെടുന്നു, ഭയക്കുന്നു ഒക്കെ ചെയ്യുന്നു. എന്നാൽ മുഅ്മിനീങ്ങളോ അവരിഷ്ടപ്പെടുന്നതും അവർ ഭയക്കുന്നതൊക്കെ ആരെയാണ്? ഏകനായ റബ്ബിനെ മാത്രമാണ്. ഈ തൗഹീദ് ഇല്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. മാത്രമല്ല, പടച്ചോനെ മാത്രം, ഈ മാത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയാണ്. وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا. വിശുദ്ധ ഖുർആനിൽ പടച്ചോനെ മാത്രം പടച്ചോനെ മാത്രം പടച്ചോനെ മാത്രം എന്ന് ഖുർആനിൽ പരാമർശിക്കപ്പെടുമ്പോൾ മൂട്ടിൽ തീയിട്ട പോലെ അവർ പിന്തിരിഞ്ഞോടുന്നത് നിനക്ക് കാണാം. ഈ പടച്ചോനെ മാത്രം എന്ന് പറയണ തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവരൊക്കെ സമീപിച്ച് മഖബറകളിലേക്ക്, മഖാമുകളിലേക്ക്, ജാറങ്ങളിലേക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്പലത്തിലാണെങ്കിൽ അവിടെ ഉത്സവം ഉണ്ടാവും, ജാറത്തിലോ ഉറൂസ് ഉണ്ടാവും. അവിടെ കൊടിയേറ്റെന്നറിയും, ഇവിടെ കൊടി കുത്തു നേർച്ചാന്നറിയും. അവിടെ ആന ഉണ്ടാവും, ഇവിടെ ആന ഉണ്ടാവും. ആനക്കെന്താ കുഴപ്പമെന്നാണ് നമ്മളെ മൊയ്ലിയാർ ചോദിച്ചത്. ആനക്കെന്താ കുഴപ്പം? ആനക്കെന്താ കുഴപ്പം എന്നുള്ളതല്ല വിഷയം. ആനനെ കൊണ്ടുവന്നിട്ട് ഉറൂസ് നടത്തുന്നതിനുള്ള കുഴപ്പം പറയുമ്പോൾ ആനക്കെന്താ പ്രശ്നം? ആന പടച്ചോൻ്റെ സൃഷ്ടിയല്ലേ. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു, നമ്മളുടെ കൗമിൽ തുറന്ന് ആളുകളോട് തൗഹീദ് പറയുക. ആളുകളുടെ ഹൃദയം തൗഹീദുള്ളതാണ്, അത് സ്വീകരിക്കും. ഏകനായ റബ്ബിനെ ആരാധിക്കാൻ ഒരാൾക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെയും ചൂഷണത്തിന് വിധേയനാകേണ്ട ആവശ്യമില്ല. ഏകനായ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ എല്ലാം ചെലവാണ്. ഇനി സുന്നത്തുകൾക്കപ്പുറം ധാരാളമായ ബിദ്അത്തുകളും അത്തരം കാര്യങ്ങളും അവരുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. അല്ലാതെ കുറേ ആളുകൾ ആരാധിക്കുന്ന, ഒരു പ്രയാസം വരുമ്പോൾ പടച്ചോനോടും തേടും, പടച്ചോനല്ലാത്തവരോടും തേടും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു സമാധാനവും അവർക്ക് ദുനിയാവിലുണ്ടാവില്ല, ആഖിറത്തിൽ തീരിണ്ടാവില്ല. കാരണം ആഖിറത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, അവൻ്റെ മേൽ പടച്ച റബ്ബ് സ്വർഗം നിഷിദ്ധമാക്കി. അവന് പിന്നെ സ്വർഗം കിട്ടൂല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, അവൻ്റെ മേൽ സ്വർഗത്തെ പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അന്ന മൻ ഫഹിമ ഹാദൽ ബാബ് വബാബൈനി ബഅദഹു, ഈ പറയുന്ന ബാബും ഇനി ഇതിൻ്റെ ശേഷം കൊടുക്കുന്ന തെളിവുകൾ വരുന്ന രണ്ട് ബാബുകളും ആർക്കെങ്കിലും മനസ്സിലായാൽ, തബയ്യന ലഹു ഗുർബത്തൽ ഇസ്ലാം, ഇന്നത്തെ കാലത്ത് ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ ആദർശത്തിൽ എത്ര അപരിചിതമായിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് അവന് ബോധ്യപ്പെടും. മാത്രമല്ല, ഹൃദയങ്ങൾ എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ അത്ഭുതവും അവന് ബോധ്യപ്പെടും. ആത്മാർത്ഥമായി പടച്ചവനോട് ദുആ ചെയ്യുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി ചൊല്ല്, പടച്ചവനെ നേരായ മാർഗത്തിൽ എത്തിച്ചേരണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ മരിത്തു ഫഹു യശ്ഫി,
എനിക്ക് രോഗം ബാധിച്ചാൽ എനിക്ക് ശിഫ നൽകുന്നവൻ പടച്ചറപ്പ് മാത്രമാണ് എന്ന് ആ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കാർ. അതിൻ്റെ പേരിൽ ആ തീയിലെറിയപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രാർത്ഥനകളിലും രോഗം ഉണ്ടാകുമ്പോഴാണ്, ഈ പ്രയാസങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഈ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് പോവുക. ഹലാലായ രൂപത്തിലുള്ള മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാം, പക്ഷെ ഷിഫ എവിടുന്ന പ്രതീക്ഷിക്കാവൂ? പടച്ചറപ്പിൽ നിന്ന്. ഷിഫ ആക്കി തരാൻ പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുമാണ്. മരുന്നുകൊണ്ട് മാത്രം ഷിഫ ആയിക്കൊള്ളണമെന്നില്ല. ആ മരുന്ന് ഫലിക്കാനും ഷിഫ ലഭിക്കാനും ആരോട് പ്രാർത്ഥിക്കണം? പടച്ചറപ്പിനോട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഷ്ഫി അൻത ഷാഫി, അല്ലാഹുവേ നീ ഷിഫ നൽകണമേ. അൻത ഷാഫി, ഷിഫ നൽകുന്നവൻ നീയാണ്. ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. ഷിഫ അല്ലാ യുഗാദിറു സഖം. ഇങ്ങനെ ഏത് പ്രാർത്ഥന എടുത്തു നോക്കിയാലും പടച്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പരസ്യമായി വെളിവാക്കാതെ സ്വഹാബാക്കൾ മതിൽ കെട്ടി മറച്ചു. എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എൻ്റെ ഖബറിനെ മാറ്റരുതേ എന്ന്. എന്നിട്ട് സ്വഹാബാക്കളോട് അല്ലാഹുവിൻ്റെ റസൂൽ അത് വസിയത്തും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് വലൗലാ ഖശിയത ദാലിക, അങ്ങനെ ആരാധിക്കപ്പെടുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ ലഅബ്റസ ഖബ്റഹു, അദ്ദേഹത്തിൻ്റെ ഖബർ എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന കാണുമാറ് പ്രകടമാക്കി വെക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുമായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം നവവി റഹിമഹുല്ല ശർഹ് മുസ്ലിമിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഖബറിലേക്ക് വാതിലില്ലാത്ത വിധം അതിന് ചുറ്റും മതിൽ കെട്ടി അതിനെ കൊട്ടിയടച്ചു. ആര്? സ്വഹാബാക്കൾ. ഇനി ആരും അങ്ങോട്ട് കയറാതെക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, എൻ്റെ ഖബറിടത്തെ ആഘോഷ കേന്ദ്രമാക്കരുതേ റബ്ബേ. നാട്ടിൽ ഏത് ജാറും മക്കാമും പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഉറൂസ് ഉണ്ടാവും, പിന്നെ പോത്തിറച്ചി ഉണ്ടാവും, നെയ്ച്ചോറുണ്ടാവും. അതൊക്കെ ഉണ്ടാവുമ്പോൾ ആൾ കൂടും ചെയ്യും. പിന്നെ ആൾക്കാർക്ക് വേണ്ട എന്താ? സംഗീതം ഉണ്ടാവും, പിന്നെ കഞ്ചാവ് ഉണ്ടാവും. എല്ലാ സംഗതികളും വേണ്ടാത്തരങ്ങളൊക്കെ ഈ രാത്രി നടന്ന് അതിൻ്റെ അടുക്ക് അപ്പുറത്ത് വയതുണ്ടാവും. ആ കാര്യങ്ങളും അതൊക്കെ അതുണ്ടാവും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധ ഇസ്ലാം ലളിതമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും ആ തൗഹീദിലേക്ക് നമ്മൾ പ്രബോധനം ചെയ്യുകയും ചെയ്യാം. ശക്തമായി നേർക്ക് നേരെ ആളുകളെ തൗഹീദിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും ചെയ്യുക. മഅരിഫത്തു അവ്വല ശിർക്കിൻ, നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവ്വല ശിർക്കിൻ ഹദസ ഫിൽ അർദി, ഭൂമിയിൽ സംഭവിച്ച ആദ്യത്തെ ശിർക്ക് അന്നഹു കാന ബിശുബ്ഹത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിരു കവിഞ്ഞതിലൂടെയാണ് ആദ്യത്തെ ശിർക്ക് ഭൂമിയിൽ കടന്നു വന്നത്. അതുകൊണ്ട് അത് ഇനിയും അപ്രകാരം ഉണ്ടാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ.